അവാർഡുകളിൽ ഏറ്റവും മെച്ചമെന്ന് പറയുന്നത് സർക്കാർ അവാർഡ് തന്നെയാണ്. കാരണം സർക്കാർ അവാർഡിലേക്ക് ചെല്ലുമ്പം തന്നെ എല്ലാവർക്കും ഈ ജൂറിയിലുള്ളവർക്കൊക്കെ കുറച്ചുകൂടി ഗൗരവമുണ്ട്. ചുമ്മാ ഒരാൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയതല്ല എന്നുള്ളത്. അത് എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇത് വിലയ്ക്ക് വാങ്ങാം എന്നുള്ളൊരു സ്ഥിതി വന്നു. വലിയ വലിയ പണക്കാർക്കൊക്കെ പത്മശ്രീ കിട്ടാൻ തുടങ്ങി. ഈ സമയത്താണ് പ്രാഞ്ചിയേട്ടൻ്റെ കഥയൊക്കെ വെള്ളിത്തിരയിൽ വന്നത്. അത് ഒരു ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. നമ്മൾ കുറേ വ്യവസായ പ്രമുഖന്മാർക്കൊക്കെ പത്മശ്രീ കിട്ടുന്നു. അങ്ങനെ വാങ്ങാൻ കഴിയുന്ന അവാർഡായിട്ട് എത്തിയിരുന്നു. ഇപ്പോൾ ഈ വർഷം മമ്മൂട്ടിക്ക് കൊടുക്കാത്തതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ഒരു ബഹുമുഖ പ്രതിഭ ആണല്ലോ മധു. അദ്ദേഹത്തിന് പത്മശ്രീ തന്നെ കിട്ടുന്ന എപ്പോഴാണോ? വളരെ വൈകിയല്ലേ. ഇവർക്കൊക്കെ ജൂനിയറായിട്ടുള്ള ആളുകൾക്കൊക്കെ കിട്ടിയിട്ടല്ലേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. ഇപ്പോഴും ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം സ്റ്റുഡിയോ ഉടമയായിരുന്നു, നിർമ്മാതാവായിരുന്നു, സംവിധായകനായിരുന്നു. ബഹുമതികൾ എല്ലാ കാലത്തും കുറ്റമറ്റതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ധാരാളം അവാർഡുകളുണ്ട്. അത് ചിലത് വരുമാനത്തിന് വേണ്ടിയുള്ള അവാർഡുകളുണ്ട്. അതായത് ഈ സ്വകാര്യ അവാർഡുകൾ, അത് അവരവർക്ക് വരുമാനത്തിന് വേണ്ടി ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള പല അവാർഡുകളുമുണ്ട്. അപ്പോൾ ഈ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന്നറിയാം, നമ്മൾ വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ ഇത്തരം അവാർഡുകളിൽ ഏറ്റവും മെച്ചമെന്ന് പറയുന്നത് സർക്കാർ അവാർഡ് തന്നെയാണ്. കാരണം സർക്കാർ അവാർഡിലേക്ക് ചെല്ലുമ്പം തന്നെ എല്ലാവർക്കും ഈ ജൂറിയിലുള്ളവർക്കൊക്കെ കുറച്ചുകൂടി ഗൗരവമുണ്ട്. ചുമ്മാ ഒരാൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയതല്ല എന്നുള്ളത്. അത് എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ ഈ സിവിലിയൻ അവാർഡുകൾ, അതിൻ്റെ ചരിത്രം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ എപ്പോഴും ഭരിക്കുന്ന ആളുകളുടെ ഇഷ്ടത്തിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ കുറച്ചു കാലം ചെന്നപ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇത് വിലയ്ക്ക് വാങ്ങാം എന്നുള്ളൊരു സ്ഥിതി വന്നു. വലിയ വലിയ പണക്കാർക്കൊക്കെ പത്മശ്രീ കിട്ടാൻ തുടങ്ങി. ഈ സമയത്താണ് പ്രാഞ്ചിയേട്ടൻ്റെ കഥയൊക്കെ വെള്ളിത്തിരയിൽ വന്നത്. അത് ഒരു ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. നമ്മൾ കുറേ വ്യവസായ പ്രമുഖന്മാർക്കൊക്കെ പത്മശ്രീ കിട്ടുന്നു. അങ്ങനെ വാങ്ങാൻ കഴിയുന്ന അവാർഡായിട്ട് കരുതിയിരുന്നു. പലപ്പോഴും അവർ തന്നെ ചില കലാകാരന്മാർക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാലത്തായിട്ട് ചെറിയൊരു മാറ്റം വന്നു. ആ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ മറ്റുള്ളവർ അറിയാത്ത ചില വ്യക്തികൾ തന്നെ നടത്തിയ സേവനങ്ങൾക്ക് ബഹുമതികൾ നൽകുക. ഇപ്പം ഉദാഹരണത്തിന് ഒരിക്കൽ ഈ കോട്ടൂർ വനമേഖലയിൽ ഞാനൊരിക്കൽ ഒരു ഷൂട്ടിംഗ് നടത്തുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ, അതിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ചിലരൊക്കെ പോകുന്ന കാണാം. അത് അവർ ഈ ചില ചികിത്സാവിധികൾ അറിയാവുന്ന ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞു. അടുത്ത വർഷം നോക്കുമ്പോൾ അവർക്ക് പത്മശ്രീ കിട്ടിയിരിക്കുന്നു. അതായത് തൊട്ടടുത്ത് നിന്ന് നമ്മൾ പോലും അറിയാത്ത അവരുടെ ഒരു മഹത്വം കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള കുറേ അവാർഡുകളും സമീപകാലത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാവരും ഇപ്പോൾ സിനിമാ നടൻ, സാഹിത്യകാരൻ, ഇവർക്കൊക്കെയാണ് ഇത്തരം പത്മ അവാർഡുകളൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ഈ സിനിമാക്കാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ വേറെ വേറെ അവാർഡുകൾ ധാരാളമുണ്ട്. ശരിക്കും ഈ അവാർഡുകൾ പോകേണ്ടത് സമൂഹത്തിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന വ്യക്തികൾക്കാകണമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ കലാകാരന്മാർക്ക് കൊടുക്കുന്ന അവാർഡുകൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, വേറെ ചിലർക്ക് കിട്ടാതെ പോകുന്നു, ചിലർക്ക് കിട്ടുന്നു, അതിൽ ചില ഇൻഫ്ലുവൻസുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. എങ്ങനെയൊക്കെ ആയാലും ഓരോ വർഷവും ഇത് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് ചില അപ്രീതികളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലത് കൊള്ളാം എന്ന് തോന്നിയാലും ചിലത് പോരാ എന്ന് തോന്നും. ഇപ്പോൾ ഈ വർഷം മമ്മൂട്ടിക്ക് കൊടുക്കാത്തതിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ഒരു ബഹുമുഖ പ്രതിഭ ആണല്ലോ മധു. അദ്ദേഹത്തിന് പത്മശ്രീ തന്നെ കിട്ടുന്ന എപ്പോഴാണോ? വളരെ വൈകിയല്ലേ. ഇവർക്കൊക്കെ ജൂനിയറായിട്ടുള്ള ആളുകൾക്കൊക്കെ കിട്ടിയിട്ടല്ലേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. ഇപ്പോഴും ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം സ്റ്റുഡിയോ ഉടമയായിരുന്നു, നിർമ്മാതാവായിരുന്നു, സംവിധായകനായിരുന്നു. എത്രയോ തലമുറകളുടെ കൂടെ ഒന്നിച്ച് അഭിനയിച്ചു. ചിൽഡ്രൻസ് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ധാരാളം കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് അങ്ങനെ അർഹിക്കുന്ന ബഹുമതി കിട്ടിയോ? അതുപോലെ നമ്മുടെ മൺമറഞ്ഞു പോയ ചില ആളുകളുണ്ട്. പി ഭാസ്കരൻ
മരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പത്മ അവാർഡും കിട്ടിയിട്ടില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നത്. KS സേതുമാധവൻ അദ്ദേഹത്തിന് ഈ സിനിമാ രംഗത്ത് നിന്ന് അവാർഡ് കൊടുക്കുന്ന കാലത്ത് എപ്പോഴും കിട്ടേണ്ടിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ ഇവിടെയൊക്കെ ഈ അവാർഡിന് വേണ്ടി ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും പോലെ ഈ അവാർഡിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികൾക്കാണ് പലപ്പോഴും കിട്ടാറുള്ളതെന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. അങ്ങനെയല്ല വേണ്ടത്. യഥാർത്ഥ യോഗ്യത നോക്കി വേണം കൊടുക്കേണ്ടത്. ഇവിടെ JC ഡാനിയൽ അവാർഡിൻ്റെ ഒരു ഘടന നോക്കിയാലും പല കാലങ്ങളിൽ അതിൻ്റെ യഥാർത്ഥമായ അർഹതയ്ക്കനുസരിച്ചല്ല കൊടുത്തിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ കുറേ കൊല്ലങ്ങൾ അടുത്തടുത്ത് സംഗീതജ്ഞരായ ആൾക്കാർക്കുള്ളൂ, അവരെല്ലാം വലിയ ആളുകളാണ്. പക്ഷേ സിനിമയിലെ സമഗ്ര സംഭാവന എന്ന് പറയുമ്പോൾ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. അതുപോലെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ജനപ്രിയ ചിത്രങ്ങളൊക്കെ ചെയ്ത കലാശൂന്യമായ ചിത്രങ്ങൾ ചെയ്തവർക്കൊക്കെ കിട്ടിയപ്പോഴും ഓരോ വർഷവും സംസ്ഥാന അവാർഡുകൾ നേടിക്കൊണ്ടിരുന്ന KS സേതുമാധവന് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഒരു വർഷം ഈ ഒരു JC ഡാനിയൽ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം അത് കുറച്ച് ക്രിറ്റിസിസം വന്നിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഒരു ചാനൽ എന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അതിലേക്ക് വിളിച്ചു. അന്നൊക്കെ ചാനലുകൾ സിനിമാ സംബന്ധമായ വിഷയങ്ങൾ ഇതുപോലെ ചർച്ചയ്ക്ക് എടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഈ രാഷ്ട്രീയം മാത്രമല്ല. ഇപ്പോൾ സിനിമയും സാഹിത്യമൊന്നും ചാനൽ ചർച്ചയിൽ വരില്ലല്ലോ. അപ്പോൾ അന്നങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൊടുക്കേണ്ടിയിരുന്ന ഒരാൾ, ഇതിന് മുമ്പ് തന്നെ കിട്ടേണ്ടിയിരുന്ന ഒരാൾ KS സേതുമാധവനാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ് ഈ ചർച്ച കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആ ഫോൺ സൈലൻസ് ആക്കിയിരുന്ന ഫോൺ ഞാൻ ഇതാക്കി. അപ്പോഴേക്കും ഒരു ഫോൺ കോൾ വന്നു. നോക്കുമ്പോൾ ഞാൻ സേതുമാധവനാണ്, വിജയകൃഷ്ണൻ പറഞ്ഞത് കേട്ടു, താങ്ക്സ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. കാരണം അദ്ദേഹം എങ്ങനെയോ ഇത് കേൾക്കുകയും കേട്ടിട്ട് ആ ഒരു നന്ദി രേഖപ്പെടുത്തി. ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് അവാർഡിനെ കുറിച്ചുള്ള ഒരു ചിന്ത. അടുത്ത വർഷമായപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ഇതുപോലെ അതേ ചാനൽ വിളിപ്പിക്കുകയും ഞാനപ്പോൾ അത് ഉചിതമായൊരു കാര്യമായി, ഇത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അന്നും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. തിരികെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴേക്കൊരു കോൾ വന്നു, പറഞ്ഞത് കേട്ടു, താങ്ക്സ്, അത്ര തന്നെ. അപ്പോൾ ഈ തരത്തിൽ ഇതിനു വേണ്ടി ഈ മോഹിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുകയും ചെയ്ത ഒരു വ്യക്തി വളരെ വൈകിയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം. അപ്പം ഇത് ഈ അവാർഡ് രംഗങ്ങളിലെല്ലാം ഉണ്ട്. നമ്മളെ എഴുത്തച്ഛൻ അവാർഡായാലും ഉണ്ട്, ഏത് അവാർഡായാലും അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഭരിക്കുന്ന ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കൂടുതൽ കേരളത്തിലാണ് വരുന്നത്. കാരണം ഈ ദേശീയ അവാർഡുകളിൽ ആ ഭരിക്കുന്നവരെക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ ഈ അവാർഡ് നിശ്ചയിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളതാണ്. നമ്മളിവിടെ അങ്ങനെയല്ല. ഓരോ തവണയും ഗവൺമെൻറ് മാറി വരുമ്പം അവർ നിയമിക്കുന്ന ആളുകളാണ് അക്കാഡമിയിൽ വരുന്നത്. അങ്ങനെ വരുന്ന അക്കാഡമിയിൽ വരുന്നവരാണ് ഈ ജൂറിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു രാഷ്ട്രീയം അതിൽ പ്രതിഫലിക്കും. അപ്പം അത് മിക്കവാറും അവാർഡുകളിലും പ്രതിഫലിച്ച് വരാറുണ്ട്. ശരിക്ക് അവാർഡുകൾ, ഈ സർക്കാർ അവാർഡുകളൊക്കെ ഇതിനൊക്കെ അതീതമായിരിക്കണം. അപ്പോൾ ഇതിലൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഒന്നാമതായി ഭരിക്കുന്ന സർക്കാരിൻ്റെ നിയന്ത്രണം. ആ സർക്കാർ നിയന്ത്രണം അത്ര കടുപ്പിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ. അത് തീർച്ചയായിട്ടും വളരെ വിനാശകാരിയായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും ബാധിക്കുന്നതായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ചില ഡിസിഷൻസ് അവർ നിയമിച്ച ആളുകളിൽ നിന്ന് ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ജൂറിയുടെ യോഗ്യതയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒരു ജൂറി എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് ഇത് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയണം. അതിന് പോലും കഴിവില്ലാത്ത ആളുകളാണ് പലപ്പോഴും വരാറുള്ളത്. അപ്പം നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയണം. അത് കഴിഞ്ഞാൽ നിഷ്പക്ഷതയുണ്ടാവണം.
കാര്യങ്ങളിലൊരു നിഷ്പക്ഷത ഉണ്ടാവും. പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവരുത്. പലരും ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇന്നയാൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടായിരിക്കും വരിക. അങ്ങനെ വരുമ്പോഴാണ് അത് വളരെ വളരെ അവാർഡുകളുടെ വിലയിടിഞ്ഞു പോകുന്നത്. അത് ഒരിക്കലും അങ്ങനെയുള്ള ജൂറിമാർ പാടില്ല. പിന്നെ ചില പ്രതികാരം നിർവഹിക്കാനായിട്ട് ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ഒരു അവാർഡ് കണ്ടു. അത് ഒരാൾ മറ്റൊരാളെ ചീത്ത പറഞ്ഞതുകൊണ്ട് അയാൾക്ക് അവാർഡ് കൊടുക്കുക. ആ തരത്തിൽ വ്യക്തിപരമായി അനാവശ്യമായ തരത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് വളരെ മോശമാണ്. അത് ഈ ജൂറിയിൽ വന്നിരിക്കുമ്പം തന്നെ ആളുകൾ അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിട്ട് നമുക്കതിനെക്കുറിച്ച് പറയാം. പിന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ കുറിച്ച് പറഞ്ഞാൽ വളരെ രസകരമാണ് അതിൻ്റെ ചരിത്രം. കാരണം നമ്മുടെ ആദ്യത്തെ അവാർഡ് തന്നെ വലിയ ചർച്ചാ വിഷയമായത് അത് ലഭിച്ചത് കുമാരസംഭവത്തിനാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ജീവിതഗന്ധിയായ കുറേ ചിത്രങ്ങളുണ്ടായിരുന്നപ്പോൾ കുമാരസംഭവത്തിനാണ് കിട്ടിയത്. ആ വർഷത്തെ ജൂറിയെ ഒന്ന് പരിശോധിച്ചാൽ എല്ലാവരും തന്നെ സാഹിത്യകാരന്മാരായിരുന്നു. അപ്പോൾ ഈ സാഹിത്യകാരന്മാർ, ഈ മെമ്പർമാരിൽ ഒരാളോട് പത്രക്കാരോ ചോദിച്ചു, അതെങ്ങനെയാണ് കുമാരസംഭവത്തിന് അവാർഡ് കൊടുത്ത്? അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, അയ്യോ അത് കാളിദാസൻ്റെ കൃതിയല്ലേ എന്നാണ്. അത് വളരെ ബാലിശമായ ഒരു വാദഗതിയാണ്. കാരണം കുമാരസംഭവം എന്ന് പറയുന്നത് കാളിദാസൻ്റെ കൃതിയാണ്. പക്ഷേ കുമാരസംഭവം എന്ന സിനിമ അത് കാളിദാസൻ്റെ കൃതിയല്ല. ആ കുമാരസംഭവം എന്ന കാവ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമല്ല സിനിമയിലുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വ്യത്യാസം പോലും മനസ്സിലാക്കാൻ കഴിയാതെ എന്നോ മൺമറഞ്ഞു പോയ കാളിദാസൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ വന്ന ഒരു നിലവാരമില്ലാത്ത സിനിമയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒട്ടും നല്ല ഒരു കാര്യമല്ല. പലപ്പോഴും നമ്മുടെ ഈ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവാർഡ് കൊടുത്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാരായിരുന്നു ഈ അവാർഡുകൾ നിശ്ചയിച്ചിരുന്നത്. അതിൽ അന്നത്തെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഒരു സാഹിത്യകാരൻ അദ്ദേഹം ഏതോ അഭിമുഖത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, സിനിമയിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് ഒരു തവണ ഈ ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നത്. അപ്പോൾ അദ്ദേഹം അത് നിരസിക്കുന്നില്ല. കാരണം അതൊരു നല്ല പദവിയാണ്. അതുകൊണ്ട് അദ്ദേഹം അത് സ്വീകരിക്കുന്നു. അദ്ദേഹം അതിൻ്റെ അവാർഡ് കമ്മിറ്റി അംഗമാകുന്നു, ചെയർമാനാകുന്നു. ഇതുപോലെ അംഗമായ ഒരു നടി പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ആർട്ട് സിനിമയൊന്നും തീരെ ഇഷ്ടമല്ല, അതൊക്കെ ഭയങ്കര ബോറാണ്, എനിക്കിത്തിരി രസിപ്പിക്കുന്ന സിനിമയാണ് കാണാനിഷ്ടം, അങ്ങനത്തെ കാണൂ എന്ന് പറഞ്ഞ ആളും നോക്കുമ്പോൾ ഒരു കൊല്ലം അവാർഡ് കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ ഇവരെങ്ങനെയൊക്കെയാണ് നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ അവാർഡ് ജൂറിയെ തീരുമാനിക്കുമ്പോഴാണ് വാസ്തവത്തിൽ വലിയ ശ്രദ്ധ വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, നല്ലതും ചീത്തയും ശരിയായി തിരിച്ചറിയാവുന്നവരും കഴിയുന്നത്ര നിഷ്പക്ഷത പുലർത്താൻ കഴിയുന്നവരും വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇതിനകത്ത് ചെലുത്താൻ ഒരുമ്പെടാത്തവരുമായ ആളുകളാണ് ഈ ജൂറിയിൽ വരേണ്ടത്. അങ്ങനെ അല്ലാത്തതിൻ്റെ ദോഷങ്ങളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്.